നമ്മളിന്ന് കേടായി പോയ പാലിന്റെ സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. ഒരു ഗേൾസ് ഹോസ്റ്റലിൽ 2 സെറ്റ് ഓഫ് ഗേൾസിന് ഒരു കോമ്പറ്റീഷൻ നടക്കുവാണ്. കോമ്പറ്റീഷനായിട്ട് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് 2 കൂട്ടർക്കും സെയിം തന്നെയാണ്, പാലാണ് കൊടുത്തിരിക്കുന്നത്. പാല് വെച്ചിട്ട് മിനിമൽ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, ടേസ്റ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കോമ്പറ്റീഷന്റെ ടൈറ്റിൽ. സോ ഫസ്റ്റ് സെറ്റ് ഓഫ് ഗേൾസ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ ഉണ്ടാക്കുകയാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഗേൾസ് ചെയ്തത്. രണ്ടാമത്തെ സെറ്റ് ഓഫ് ഗേൾസ് പാല് തിളപ്പിക്കാൻ വെച്ചത് അൺഫോർച്ചുനേറ്റ്ലി അത് കെട്ടുപോയി, പിരിഞ്ഞുപോയി. അപ്പൊ കേടായി പോയ പാല് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ടൈം കാൽക്കുലേറ്റഡ് ആണ്, അപ്പൊ ടൈം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് സെക്കൻഡ് സെറ്റ് ഓഫ് ഗേൾസ് ആകെ കൺഫ്യൂഷനായി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയം അതിനകത്തുനിന്നൊരു പെൺകുട്ടി കയറി വന്നിട്ട് ആ കേടായി പോയ പാലെടുത്തിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ജഡ്ജ്മെന്റ് ടൈമായി. ജഡ്ജസ് വന്നു. ഫസ്റ്റ് സെറ്റ് ഓഫ് ഗേൾസിന്റെ ചായ കുടിച്ച് നോക്കിയിട്ട് വളരെ നല്ല അമേസിംഗ് ആണ്, സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് നല്ല ഭയങ്കര അടിപൊളി അഭിപ്രായം പറഞ്ഞു. രണ്ടാമത്തെ സെറ്റിന്റെ അടുത്ത് വന്നിട്ട് അവർ ഈ സ്വീറ്റിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ചിന്ത പോലും ഈ ജഡ്ജസിന് വന്നിട്ടില്ല. ഇത് വെച്ചിട്ട് കേടായി പോയ പാല് വെച്ചിട്ട് ഇങ്ങനൊരു ഡിഫറെന്റ് ആയിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്ത പോലും അവർക്ക് വന്നിട്ടില്ല. ഇറ്റ്സ് റിയലി യുണീക്ക് ഐറ്റം എന്ന് പറഞ്ഞു. സോ ഈ ജഡ്ജ്മെന്റ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ വളരെയധികം വണ്ടടിച്ചു പോവുകയും ചെയ്തു. ഈ ഫൈനലിൽ വിൻ ചെയ്ത ടീമാണെങ്കിൽ വളരെയധികം സന്തോഷമാവുകയും ചെയ്തു. അപ്പൊ ഈ സ്റ്റോറിയുടെ മോറൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമുക്കൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, വാട്ട് എവർ ദ ഡിഫിക്കൽട്ടീസ് ആർ, നമ്മളിപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് വേണ്ടത്. അതൊരിക്കലും നമ്മളെ തളർത്താനല്ല, കുറച്ചും കൂടെ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട്, വേറൊരു ലെവൽ ഓഫ് സക്സസിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള, നമ്മൾ അതിന് തയ്യാറെടുപ്പാണ്, അതിനുള്ള പ്രിപ്പറേഷനാണ് നമ്മളെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ ആൻഡ് ബി യൂണിക് ഓൾവേസ്. ആ പാല് കെട്ടുപോയത് തന്നെ അവർക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട്, യുണീക്ക് ആയിട്ട്, ഒരു സ്വീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, യു വാണ്ട് ടു ബി എ 1 in 100 ടൈപ്പ് ഓഫ് ടീ or that unique sweet. Think about it. Take care. Bye-bye.